എത്ര പ്രാവശ്യം വന്നാലും മടുക്കാത്ത മാതാവിൻ്റെ പുണ്യഭൂമിയാണ് വേളാങ്കണ്ണി. இயேசு பிறந்த பெத்லகம் இஸ்ரேல் அந்த நாட்டுக்கு போக முடியாதவங்க பக்கத்தில் இருக்கக்கூடிய வேளாங்கண்ணி, தமிழ்நாட்டில் உள்ள வேளாங்கண்ணி பார்க்க பக்கம் சர்ச்சுக்கு வருவாங்க. വേളാങ്കണ്ണിയിൽ എത്ര പള്ളി ഉണ്ടെന്ന് അറിയാമോ? வேளாங்கண்ணி மாதாட்ட நாங்கள் நிறைய ஜபத்தை ஒப்பு கொடுத்துருக்குறோம். அவங்க எங்களுக்கு எல்லாம் நல்லது தான் செஞ்சுருக்குறாங்க. വേളാങ്കണ്ണിയിൽ വന്നിട്ട് കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിനും എവിടെയാണ് പോകേണ്ടതെന്ന് അറിയാമോ? இவருக்கு லைக் பண்ணுங்க, சப்ஸ்கிரைப் பண்ணுங்க, அப்புறம் ஷேர் பண்ணுங்க. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. വെൽക്കം ടു വേളാങ്കണ്ണി എപ്പിസോഡ് 2. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന വേളാങ്കണ്ണിയിൽ വന്നിട്ട് 2ാം ദിവസം കേട്ടോ. ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് വേളാങ്കണ്ണിയിലുള്ള എല്ലാ പള്ളിയിലും കയറണം എന്നാണ്. ഫസ്റ്റ് നമ്മൾ പോയത് മെയിൻ പള്ളിയിലേക്കാണ്. ഈ പള്ളിയിലാണ് ഏറ്റവും തിരക്കുള്ള പള്ളി. പണ്ട് നമ്മൾ ഈ പള്ളിയിൽ വരുമ്പോൾ ചെരുപ്പ് എവിടെയെങ്കിലും ഊരി വെച്ചിട്ട് കയറും, അതായിരുന്നു രീതി. ഇപ്പോൾ അതൊക്കെ മാറ്റം വന്നിട്ടോ, പക്ക ഓർഗനൈസ്ഡായി. ഇപ്പം നമ്മൾ ചെരുപ്പൂരി സഞ്ചിയിലാക്കി ഇവിടെ കുറേ ചേച്ചിമാർ നിൽക്കുന്നുണ്ടാവും, അവരുടെ കയ്യിൽ കൊടുത്താൽ മതി. അവർ സേഫായിട്ടും ഫ്രീ ആയിട്ടും റാക്കിലെടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മുടെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാൽ ഇവിടെ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ എടുത്തുള്ളൂ. ഇവിടെ മാതാവിനെ സമർപ്പിച്ച പൂമാലയുടെ ഒരു പോർഷൻ നമുക്ക് നേർച്ചയായിട്ട് കിട്ടും. അത് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എന്തിനാണെന്നല്ലേ, ഈ പള്ളിയിൽ കൃത്യം 12 മണിക്ക് പള്ളിമണി മുഴങ്ങും. അത് കേൾക്കാനും കാണാനും അതൊരു ഫീൽ തന്നെയാണ്. വേളാങ്കണ്ണിയിൽ വെച്ച് നമ്മളൊരു ചേട്ടനെ പരിചയപ്പെട്ടു. അദ്ദേഹം വേളാങ്കണ്ണി മാതാവിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു. பல்வேறு நாடுகளிலிருந்து நமக்கு வேளாங்கண்ணிக்கு வராங்க. இது சுற்றுலாத்தலத்தில் ஒன்று பேர் பெற்றது. அது இப்போ என்ன சொல்கிறதுனா, இப்போ இஸ்ரேல் நாட்டுக்கு இயேசு பிறந்த பெத்லகம் இஸ்ரேல் அந்த நாட்டுக்கு போக முடியாதவங்க இங்கே வேர்ல்டு ஃபுல்லாக பக்கத்தில் இருக்கக்கூடிய வேளாங்கண்ணி, தமிழ்நாட்டில் உள்ள வேளாங்கண்ணி பார்க்க பக்கம் சர்ச்சுக்கு வருவாங்க. இது என்னென்னா, இப்போ இந்த பைபிள்லேயே இருக்குது இதனுடைய வசனம், வேளாங்கண்ணியில் நிறைவேறிய சாட்சிகளும் காட்சிகளும் நம்ம சொல்கிறோம். எப்படி இதை நம்ம சொல்கிறோம் அப்படின்னா, இப்போது மாதாவை நீங்கள் பார்த்தீங்கன்னா மேலே தெரியும் 12 நட்சத்திரங்கள் இருக்கும். ஓகேங்களா, 12 நட்சத்திரம் இருக்கும். நிலாத்துறது காலடியில் இருக்கும். உலகத்துக்கு ஒரே சூரியனாக இருக்கக்கூடிய அந்த சூரியனையே ஆடையாக தன்னுடைய எப்படி சொல்கிறது, ரொம்ப பிரசாதம், அதாவது ரொம்ப அபிஷேகம் பெற்ற இடமா இந்த வேளாங்கண்ணி இருக்குது. ஓகேங்களா, இதுக்காகவே நான் கார்டு அடிச்சிருக்கேன், ஒரு 1000 கார்டு. പിന്നെ ഞങ്ങൾ പോയത് ലോവർ ആൻഡ് അപ്പർ ബസിലിക്ക ചർച്ചിലേക്കാണ്. ലോവർ ബസിലിക്കയിൽ കുർബാന കാണാൻ നിരവധി പേർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ലോവർ ബസിലിക്കയുടെ അൾത്താരയും മാതാവിൻ്റെ രൂപവും കാണാൻ വളരെ മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ പോയത് അപ്പർ ബസിലിക്ക ചർച്ചിലേക്കാട്ടോ. അവിടെ ഒരു കുർബാന നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ എടുത്തുള്ളൂ. ഈ കാണുന്ന ക്രൗഡ് സൺഡേയിലുള്ള ക്രൗഡാട്ടോ. ആക്ച്വലി വീക്കെൻഡും ഹോളിഡേ ആണ് വേളാങ്കണ്ണിയിൽ ഏറ്റവും തിരക്കുള്ള സമയം. പിന്നെ നമ്മൾ പോയത് മുട്ടുകുത്തി കയറുന്ന പള്ളിയിലേക്കാട്ടോ. ഈ ഉച്ചയ്ക്ക് ഇത്രയും ചൂടായി കിടക്കുന്ന മണലിൽ നിരവധി പേര് മുട്ടുകുത്തിയും നടന്നും പള്ളിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതാണ് പരിശുദ്ധ അമ്മയുടെ കുളം. ഏകദേശം 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ ആരോഗ്യ മാതാവ് ഈ കുളക്കരയിൽ വെച്ച് ഒരു പാൽക്കാരനായ ബാലന് പ്രത്യക്ഷപ്പെടുകയും അവനെ അത്ഭുതമാം വിധം അനുഗ്രഹിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ജലസംഭരണി പരിശുദ്ധ അമ്മയുടെ കുളം എന്ന പേരിൽ അറിയപ്പെടുന്നു.
கோயம்புத்தூர்லேருந்து புளியகுளத்துலேருந்து வரோம். வேளாங்கண்ணி மாதாட்ட நாங்கள் நிறைய ஜபத்தை ஒப்பு கொடுத்துருக்குறோம். அவங்க எங்களுக்கு எல்லாம் நல்லது தான் செஞ்சுருக்குறாங்க. அதனால் நாங்கள் அக்கா தங்கச்சி எல்லோரும் சந்தோஷமாக வந்துருக்குறோம். வணக்கம், கோயம்புத்தூர்லேருந்து வரோம் நாங்கள். நல்லா நண்பர் இவர் வந்தார், பேசினார், பார்த்தாரு, ரொம்ப பிடிச்சிருச்சு. இவருக்கு லைக் பண்ணுங்கள், சப்ஸ்கிரைப் பண்ணுங்கள், அப்புறம் ഷെയർ பண்ணுங்கள், ബെൽ ബട്ടൺ ക്ലിക്ക് பண்ணுங்கள். അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ മാതാവിൻ്റെ ഹോളി വാട്ടർ കിട്ടുക. അപ്പോൾ വൈഫ് കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് ക്യൂവിൽ നിന്ന് ഹോളി വാട്ടറൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഇവിടെ തന്നെയാണ് നമ്മൾ വേളാങ്കണ്ണിയിൽ കുർബാന ചെല്ലിക്കാനൊക്കെ പൈസ കൊടുക്കുന്ന സ്ഥലം. இது கல்யாணத்துக்காக வேண்டி கட்டுறது. மலையாளத்தில் சொல்லணும்னா விவாகத்துக்காக வேண்டி கட்டுறது. தெலுங்கில் சொல்லணும்னா பஸ்ப கொம்புன்னு சொல்லுவோம். கல்யாணத்துக்காக கட்டுறது. தமிழில் கல்யாணம். இதை மாதாட்ட ப்ரேயர் பண்ணிவிட்டு அங்கே ஒரு ஆலமரம் இருக்குது, அந்த ஆலமரத்தில் கட்டினா திருமணம் ஆகும். நம்ம நம்பிக்கையோட விசுவாசத்தோடு செய்யணும், கண்டிப்பாக நடக்கும். இது குழந்தைக்காக கட்டுறது. இது பூட்டு சாவி புதிய வீடு கட்டுறதுக்காகவும் மனம் வாங்குறதுக்காகவும். மனசில் எந்த ஒரு காரியத்தை நினச்சிட்டு வேணாலும் பூட்டலாம். பூட்டிட்டு 2 சாவி, ஒன்று உண்டியலில் விட்டுடுவோம், ஒன்று வீட்டுக்கு எடுத்துகிட்டு போங்கன்னு சொல்லுவோம். திரும்பி அவங்க மனசில் எந்த காரியம் நினச்சிட்டு அம்மையிட்ட பூட்டு போட்டாங்களோ அது நிறைவேறின பிறகு வீட்டுக்கு எடுத்துகிட்டு போன சாவியை திரும்ப கொண்டு வந்து உண்டியலில் விட சொல்லி அவங்களுக்கு நாங்கள் சொல்லுவோம். இது திருக்குடும்பம்னு சொல்லுவோம். திருக்குடும்பம்னு சொல்லிட்டு இந்த மாதிரி செப்பரேட்டாக உருவங்கள் நாங்கள் வச்சுருக்கோம். மாங்கல்யத்துக்கு, தொட்டிலுக்கு, பூட்டுக்கு, அப்புறம் படிப்புக்கு, ஜாப்பு, பிஸ்னஸ்க்கு, இப்படி எது வேணாலும் நாங்கள் கொடுப்போம். 15 வருஷமாக குழந்தை இல்லைன்னு சொல்லிட்டு வந்து வாங்கி கட்டிட்டு குழந்தையோடு தூக்கிட்டு வந்து எங்கள்கிட்ட காமிச்சிருக்காங்க. நிறைவேறியிருக்கு. அம்மா மேலே நம்பிக்கை வச்சு செய்கிறாங்க, அது நிறைவேறியிருக்கு. இது நாங்கள் ஒரு 10 வருஷத்துக்கு மேலே செஞ்சுட்டு இருக்கோம். 10 வருஷம் 20 வருஷம் கிட்ட ஆயிடுச்சு. இருக்கும். 4 வருஷமாக இருக்காங்க. வீடு மாதா குளத்துக்கும் பேக் சைடு தான் இருக்குது. അണ്ണാ പിള്ളை തെരുവ് தான் എங்கள் വീട്. പിന്നെ ഞങ്ങൾ പോയത് ജീസസിൻ്റെ സ്റ്റാച്ചു കാണാനാട്ടോ. ജീസസിൻ്റെ ആ വലിയ സ്റ്റാച്ചു വേളാങ്കണ്ണിയിലെ ഒരു പ്രധാന ഫോട്ടോ പോയിൻ്റാട്ടോ. ആ ബ്ലൂ സ്കൈയിൽ ജീസസിൻ്റെ വൈറ്റ് സ്റ്റാച്ചു കാണാൻ അടിപൊളിയാണ്. മോർണിംഗ് സ്റ്റാർ ചർച്ച് മലയാളികൾ ഏറ്റവും കൂടുതൽ പേർ പോകുന്ന പള്ളി. ഇവിടെയാണ് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മലയാളത്തിൽ കുർബാന നടക്കുന്നത്. വേളാങ്കണ്ണിയിലുള്ള ഏറ്റവും വലിയ പള്ളി മോർണിംഗ് സ്റ്റാർ ചർച്ച് തന്നെയാട്ടോ. ശനിയാഴ്ച കുർബാന കഴിഞ്ഞ് മലയാളികൾ ഇറങ്ങി വരുന്നത് കണ്ടിട്ടുണ്ടോ? അതൊരു കാണേണ്ട കാഴ്ചയാട്ടോ. മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ അടുത്തായിട്ട് ഒരു ഗ്രോട്ടോ ഉണ്ട്. ഗ്രോട്ടോ ഓഫ് ജീസസ് ആൻഡ് ചൈൽഡ്. ഇതാണ് മുടന്തനായ ബാലനെ സുഖപ്പെടുത്തിയ പള്ളി. ഈ പള്ളിയിൽ വീഡിയോ എടുക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പുറത്ത് വിഷ്വൽ മാത്രം എടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോയത് കുമ്പസാരത്തിന് ഒരുക്കമുള്ള പള്ളിയിലേക്കാണ്. കുമ്പസാരിക്കാനും കൗൺസിലിങ്ങിനും എല്ലാത്തിനും സൗകര്യമുള്ളത് ഈ പള്ളിയുടെ അടുത്താണ്. അപ്പോൾ കുമ്പസാരത്തിന് ടൈമിംഗ് വന്നത് മോർണിംഗ് 6:30 to 8, പിന്നെ 9 to 12 PM, പിന്നെ ഈവനിങ് 5 PM to 8 PM ആട്ടോ. ഇതിന് ഡീറ്റെയിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചേർച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ആരാധനപ്പള്ളി. ആരാധനപ്പള്ളി ഫുൾ സെൻട്രലൈസ്ഡ് AC ആട്ടോ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അവിടെ വീഡിയോ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാണ്ടിരുന്നത്. ആവേ മരിയ,
ഇവിടെയാണ് മാതാവിന് സമർപ്പിക്കേണ്ട സാരി കൊടുക്കേണ്ട സ്ഥലം. ഇവിടെ മാത്രമല്ല കേട്ടോ, നമുക്ക് മെയിൻ ചർച്ചിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ആവേ മരിയെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സാരി മാതാവിനെ ഉടുപ്പിക്കും കേട്ടോ. അതുപോലെ നമ്മൾ വാങ്ങുന്ന കൊന്ത, ഫോട്ടോ എന്തായാലും നമുക്ക് ആവേ മരിയയിൽ ഫാദേഴ്സ് നമുക്ക് ബ്ലസ് ചെയ്ത് തരും കേട്ടോ. വേളാങ്കണ്ണിയിലൊരു കിടിലൻ തിയേറ്റർ ഉണ്ട്, നിങ്ങൾക്കറിയോ? ഈ തിയേറ്റർ വന്നത് നമ്മുടെ മോർണിംഗ് സ്റ്റാർ ചർച്ചിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. ഇവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഡോക്യുമെൻ്ററി ആയിട്ടാണ് കാണിക്കാം. 10 മണിക്ക് തമിഴും 11:30 മലയാളമാണ് കാണിക്കുന്നത്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് ആട്ടോ. കിടിലൻ തിയേറ്ററും AC ആണ്. അതുപോലെ ടിക്കറ്റിൻ്റെ പ്രൈസ് വന്നത് 50 രൂപയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വേളാങ്കണ്ണിയിൽ നമ്മൾ ഫുഡ് വെച്ച് കഴിക്കുകയാണെങ്കിൽ ഗ്യാസ്, പാത്രം, അതുപോലെ ഫ്രഷ് മീൻ അവിടെ കിട്ടുമെന്നും, അതുപോലെ 2004 വേളാങ്കണ്ണിയിൽ ഉണ്ടായ സുനാമിയിൽ അകപ്പെട്ട സെൽവകുമാർ എന്ന ആളായിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.